ഹല്ലാജിനെ കൊന്ന കഥ പറയുന്നുണ്ട്. പിന്നെ ലാ മൗജൂദ ഇല്ലെന്ന് പറയുന്നുണ്ട്. എന്തൊരു ആഴാണ് ഈ പറയുന്നത് മുഴുവൻ. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബൈനാത്ത് وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. വിജ്ഞാനമുണ്ടായിരുന്നു, നിറഞ്ഞ വിജ്ഞാനം. ലോകത്തെ ഏതൊരു മുജദ്ദിദിന്റെ വലിയൊരു കഴിവത, അവർ മുത്തറച്ചുമില്ലാതെ സംസാരിക്കും. ഒരാളോട് സംസാരിക്കാൻ അഗാധമായ വിജ്ഞാനം ഉണ്ടാവും, അഗാധമായ ഭാഷ ഉണ്ടാവും. നീട്ടുന്നില്ല, ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, വളരെ ചിന്തിക്കണം. നിങ്ങൾ ആ കസേലയിരുന്ന ഒരാളെ പറ്റി ചിന്തിക്കും. രാജീവ് ഗാന്ധിയോട് സംസാരിക്കാൻ, ഹുസൈൻ ബരാബ് ഒബാമയോട് സംസാരിക്കേണ്ടി വന്നാൽ അങ്ങനെ ഒരാളോടും ഒരു മുത്തറജ്ജിമിന് ആവശ്യമില്ല, മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കും. ഇതൊരു മുജദ്ദിദിന്റെ കഴിവ്, വല്ലാത്ത കഴിവാണ്. ആണോ അല്ലേ നിങ്ങൾ ചിന്തിക്കും. എനിക്കും നേരത്തെ തന്നെ തോന്നിയിരുന്നത് വലിയ ആളാണ്, നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തങ്ങളെക്കുറിച്ച്. പിന്നെ അന്നത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? തന്നെക്കുറിച്ച് ഒരാൾ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്ന് രണ്ട് വാക്ക് ഒരാൾ സ്വാഗതം പറഞ്ഞ് കൂട്ടിയാൽ തന്നെ തങ്ങൾ ഒരു വിഷമാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് തങ്ങളുടെ രീതിയല്ല, തങ്ങൾക്കത് ഇഷ്ടമല്ല. അത് ഞാൻ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജീവിതകാലത്ത് എത്ര മഹാന്മാരാണെങ്കിലും അവരെ പുകഴ്ത്തി പറയുന്നത് വല്ലാതെ നന്മയുമില്ല. എന്തുകൊണ്ട്? ഉമറിനെയും റളിയല്ലാഹു അൻഹു, സിദ്ദീഖിനെയും റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാക്കി കുറച്ചാൾ പള്ളിയിലുണ്ട്. റസൂലുള്ള പറഞ്ഞു, സയ്യിദ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരിൽ ബഅദൽ അമ്പിയാക്കൾ കഴിഞ്ഞ നേതാക്കൾ ഇവർ രണ്ടാളാണ്. ഫലാ തുഖ്ബിറുഹുമാ, അവരോട് മിണ്ടരുതേ എന്ന് പറഞ്ഞു. ഇവർ രണ്ടാളും മിണ്ടണ്ട, ഇവർ രണ്ടാളാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും മഹാന്മാർ. ഈ ഹദീസ് പിന്നെ സഹാബികൾ റിപ്പോർട്ട് ചെയ്തത് ബഅദ വഫാത്തിഹിമ, അവർ മരിച്ചിട്ടാണ്. എന്നതുപോലെ മുഖസ്തുതിക്ക് വേണ്ടി ശമ്പളം കൊടുത്ത് ആളെ ഇരുത്തിയ വേദിയിൽ തന്നെക്കുറിച്ച് ഒരാൾ മുഖസ്തുതി പറയുന്നത് കേട്ടിട്ട്, താൻ ശമ്പളം കൊടുത്ത ആൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അതേ വേദിയിൽ ഇരുന്നിട്ട് ചിരിച്ച് ചന്ദ്രഹാസമുളക്കുന്ന ആധുനിക അഭിനവ നേതൃത്വത്തിൻ്റെ ലോകത്താണ് ഇങ്ങനെയുള്ള മനുഷ്യർ എന്നുകൂടി നാം ചിന്തിക്കണം. എല്ലാവർക്കും കൂടി പെടാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ആരെയും ഉൾപ്പെടുത്തി പറഞ്ഞല്ല. അമത വലാവി മത ഒക്കെ കണക്കാണ്, എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വലിയ ആളാണ്, മുമ്പേ തോന്നിയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഇത് വലിയൊരാൾ തന്നെയാണ്. പിന്നെ എപ്പോഴും പറയാൻ കഴിയില്ല, ഇപ്പം പറയാം. 3 ഗുണം ഉണ്ടാവും അവർക്ക് നിറഞ്ഞ വിജ്ഞാനം ഉണ്ടാവും. എന്താണ് ആ മനുഷ്യനെ അറിയാതിരുന്നത്? ആ മനുഷ്യന് സയൻസ് അറിയാമായിരുന്നു, ആ മനുഷ്യന് ആസ്ട്രോണമി അറിയാമായിരുന്നു, ആ മനുഷ്യന് തസൗഫ് അറിയാമായിരുന്നു. തസൗഫിലൊക്കെ ബോധജ്ഞാന. നജീബ് മഹ്ഫൂദുമായി ലോകത്തെ നോബൽ സാഹിത്യത്തിൽ നോബൽ സമ്മാനം വാങ്ങിയ നജീബ് മഹ്ഫൂദുമായി ചങ്ങാത്തമുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പറയും, മുഹമ്മദ് ഷിഹാബ്. അല്ലാതെ നിങ്ങളൊരാളെ പറയും. ഒരു ജൂഡന്മാർ വരെ വിധി പറയാൻ മുഹമ്മദ് നബിയുടെ അടുത്തുകൊണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പേരക്കുട്ടിക്ക് ആ കഴിവോട് കിട്ടിയെന്നത് ചെറിയ കാര്യമാണ്. കേട്ടോളൂ. ശിവശങ്കറിൻ്റെ പിറവിയിൽ ആഹ്ലാദിച്ചവർ ശിഹാബ് തങ്ങളുടെ വേർപാടിൽ തേങ്ങുന്നു. തിരുനാവായ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബം ആ മഹാൻ്റെ വേർപാടിൽ തേങ്ങുന്നു. കോൺഗ്രസിൻ്റെ സംഘാടകനും തിരുനാവായ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനുമായ കുറ്റിപ്പുറം രാങ്ങാട്ടിലെ ജി മണികണ്ഠൻ്റെ കുടുംബമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നത്. ഭാര്യ രമണിയിൽ ഒരു കുഞ്ഞിക്കാല് കൊതിച്ച് മണികണ്ഠന് അതൊന്ന് പുലർന്നു കാണുവാൻ 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഒട്ടേറെ ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. വഴിപാട് നേർച്ചകളും നേർന്ന് കാത്തിരുന്നു. ഇതിലൊന്നും ഫലം കാണാതെ മാനസികമായി തളർന്ന കുടുംബത്തെ ആഹ്ലാദത്തിലാക്കിയത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് അലി രാങ്ങാട്ടൂരാണ് മണികണ്ഠനെ കുടപ്പനക്കൽ തറവാട്ടിലെത്തിച്ചത്. കുഞ്ഞിനു വേണ്ടി നെടുവീർപ്പിടുന്ന കുടുംബത്തിൻ്റെ അവലാദികൾ മണികണ്ഠൻ തങ്ങളെ ബോധിപ്പിച്ചു. എല്ലാം തങ്ങൾ കേട്ട തങ്ങൾ അകത്തുപോയി മന്ത്രി ചൂടിയ ചരടുമായി വന്നു. ഇത് ഭാര്യയുടെ ശരീരത്തിൽ കെട്ടിക്കോളൂ, അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് തങ്ങൾ പറഞ്ഞു. എന്നാൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ടാകുമോ എന്ന തങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ വിശ്വാസമാണ് ഭാര്യയ്ക്കുമെന്ന് മണികണ്ഠൻ മറുപടിയും പറഞ്ഞു. എന്നാൽ രക്ഷപ്പെട്ടു എന്ന തങ്ങളുടെ വാക്കിന് 3 മാസത്തിന് ശേഷം ലക്ഷണം കണ്ടു. രമണി ശിവശങ്കർ എന്ന മകന് ജന്മം നൽകുകയായിരുന്നു. തങ്ങളുടെ പുണ്യത്തിൽ പറഞ്ഞ ശിവശങ്കർ തിരുനാവായ MES ഹൈസ്കൂളിൽ LKGയിൽ പഠിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു ബാലന് മാത്രമല്ല, ഒരുപാട് മണികണ്ഠന്മാർ. കൊല്ലത്തെ ഒരു ഒന്നുമില്ലാതെ നടന്നിരുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ, ആ നാട്ടിൽ ധനാഢ്യനായ കാര്യം അദ്ദേഹത്തിന് കാണുന്നവരോടൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ വീടുകളിലും ഓഫീസുകളിലും മുഴുവനും തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. തങ്ങളില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ലായിരുന്നു. തങ്ങൾ പ്രാർത്ഥിച്ചതാ. എത്ര ആളുകൾ
തങ്ങൾ വഫാത്തായി. ഇവിടെ ഉണ്ടല്ലോ അവരുടെ മക്കൾ. തൃശ്ശൂർ ജില്ലയിൽ പുന്നയൂരിൽ നിന്നൊരു സ്ത്രീ വന്നു, പൊട്ടിക്കരഞ്ഞു. അലമുറയിട്ട് വിട്ട് കരഞ്ഞപ്പോൾ ചോദിച്ചു എന്തേ പറ്റിയത്. അപ്പോൾ പറഞ്ഞു മുഴുവൻ ഭ്രാന്തായിരുന്നു, ഏത് ചികിത്സയും ഫലിക്കാത്ത ഭ്രാന്തായിരുന്നു. ഇവിടെ വന്നു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബുതങ്ങൾ അവിടുത്തെ ചെറിയ ഒരു ചികിത്സ നീലും വെള്ളവും അത് കഴിച്ചു. പിന്നെ ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ എത്ര സംഭവം, എത്ര സംഭവം. തൊട്ടത് മുഴുവനും എന്താണോ, എന്ത് തൊട്ടാലും ഏത് കാര്യമാണെങ്കിലും തങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ്. എന്താണെങ്കിലും നിസ്സാരമായ വളരെ ചിന്തിക്കണം. ആയിരക്കണക്കായ ഗണ്ണന പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ഒരു ഗണ്ണന പ്രസംഗം കൊണ്ട് നടത്താതെ, ഒരു വാദപ്രതിവാദവും നടത്താതെ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു. ഇതല്ലേ മുജദ്ദിദ്, ഇതല്ലേ വാദപ്രതിവാദവും ഗണ്ണനവും നടത്തിയവർ യഥാർത്ഥ പണ്ഡാവിൽ നിന്ന് അവരുടെ മോശപ്പെട്ട പ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ അകറ്റിയപ്പോൾ ഈ മനുഷ്യൻ ഒരു വാദപ്രതിവാദവും നടത്താതെ ലക്ഷക്കണക്കായ മനുഷ്യരെ സൽസരണിയിലേക്ക് കൊണ്ടുവന്നു. ഇതല്ലേ അത്ഭുതം. എല്ലാവരും പുറപ്പനൊക്കെ തറവാട്ടിൽ വന്നാൽ ഒരാൾക്കും ഇർത്തക്കബത്തും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് നൂലിന് കുഴപ്പമില്ല, വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ കൂടെയുള്ള ഒരാളോട് ഞാൻ ഇന്നലെ പറഞ്ഞു, ജനങ്ങൾക്ക് നൂല് കുടിക്കുക, കെട്ടാനും വെള്ളം മന്ത്രിച്ച് കുടിക്കാനും ഒന്നും പ്രശ്നമല്ല, പിന്നെ കൊടുക്കേണ്ടവർ കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അവിടെ മാത്രമാണ് തർക്കം എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. വേറെ തർക്കമില്ല. കൊടുക്കേണ്ടവർ കൊടുത്താൽ അത് യൂസുഫ് അലി കേച്ചേരി വരെ, യൂസുഫ് അലി കേച്ചേരി എന്ന കവി ആരാണെന്ന് അറിയാമല്ലോ. കേരളത്തിലെ ഏറ്റവും അതിര് കവിഞ്ഞ ഒരു തരം വിഷ്ണു വിഭാഗത്തിൽപ്പെട്ട ആളാണ് യൂസുഫ് അലി കേച്ചേരി. മാനസിക പ്രയാസമുണ്ട് ഇപ്പോൾ വന്നത് തങ്ങളടുത്തേക്കാണ്. തങ്ങളൊക്കെ 1000 ഉറുപ്പിക കൊടുത്തപ്പോൾ ആ നോട്ട് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് വേണ്ട, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായാൽ മതി. ഒരാഴ്ച കഴിഞ്ഞോ ആ പ്രശ്നമില്ലാതെയായി. എവിടുന്ന് വന്നു എന്നറിയില്ല. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട്, ഈ മനുഷ്യൻ്റെ ഒരാശീർവാദം കൊണ്ട് എത്ര കാര്യങ്ങൾ. അതാണ് അള്ളാഹുവിൻ്റെ ലോകത്ത് നിന്ന് എമ്പാട് പിന്തുണയുണ്ടാവുന്നു. അവർ തൊട്ടത് മുഴുവനും അവർ എണ്ണിയാൽ തീരില്ല, എത്രയോ കാരണം. ഇവിടെ ഇടവണ്ണപ്പാറക്കാരന് താഷ്കന്റ് അബുഹാജി എന്ന ഒരാൾ ഇവിടെ ഖാദർ മൊയ്തീൻ്റെ ഈ ചികിത്സയിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായ ഒരു സംഭവം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഈ എണ്ണവണ്ണപ്പാറ താഷ്കന്റ് അബുഹാജി ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവാം. ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ലല്ലോ, ഇവിടെ ഉണ്ടാവാം ഈ ഇടവണ്ണപ്പാറ അബുഹാജി താഷ്കന്റിന്. ഏതായാലും അബ്ദുഹാജി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി 1.5 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ട് മെഡിക്കൽ കോളേജിൽ ബ്ലോക്കിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡേറ്റ് ഉറപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെ പോലെയാണ് ഈ ഓപ്പറേഷൻ വിധിച്ച ആളുകൾ. പിന്നെ അവർക്ക് വിഷമം ഒരു അന്തം ഉണ്ടാവില്ല. നേരെ പണക്കാട്ട് പോയി തങ്ങൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അത് സുഖമായിക്കോളും, വിഷമിക്കണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞു വന്നു. ഓപ്പറേഷൻ ചെയ്യേണ്ട അന്ന് ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷന് അഡ്മിറ്റ് ആവാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. ഖാദർ മൊയ്തീൻ ബേജാറായിരുന്നു, എൻ്റെ പറ്റിയത്. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എന്ത് മരുന്നേ കുടിച്ചത്? അപ്പോൾ പറഞ്ഞു ഒരു മരുന്നും കുടിച്ചില്ല, എൻ്റെ നേതാവിൻ്റെ ഒരു മരുന്ന് കുടിച്ചു എന്ന് പറഞ്ഞു. അത്രേ. എന്താ നിങ്ങളുടെ നേതാവ്? എൻ്റെ നേതാവ് പാണക്കാട്ട് വെള്ളം കുറച്ച് ഊരി തന്നു, അതാണ് കുടിച്ചു, പിന്നെ എനിക്കൊന്നും ഉണ്ടായില്ല, എൻ്റെ നേതാവിൻ്റെ മരുന്ന്. അപ്പോൾ ഖാദർ മൊയ്തീൻ പറഞ്ഞു ഇതാണ് ഞങ്ങളടുത്ത് വരുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത്, ഇത് ചെയ്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാവരും ഞങ്ങളടുത്തേക്കാണ് പാഞ്ഞു വരും, ഇതിന് മനുഷ്യന് വിശ്വാസമല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ല, ഈ അബ്ദുഹാജി താഷ്കന്റ് അബ്ദുഹാജി മരിച്ചിട്ടില്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഇടവണ്ണ പറയാ. അങ്ങനെ എത്ര സംഭവം എന്ന് പറഞ്ഞാലും. രാമന്താളിയിലെ അച്ചിക്ക എന്ന് വിളിക്കുന്ന UK അസീദിന് മഞ്ഞപ്പിത്തം ബാധിച്ചു. കരളിന് ബാധിച്ചതിനാൽ പയ്യന്നൂരിലെ പ്രശസ്ത ആശുപത്രിയിൽ വീട്ടിലേക്ക് മടക്കി. മരിക്കുന്ന ഉറപ്പായി. രാമന്താളിയിൽ സന്ദർശനത്തിലെത്തിയ ശിഹാബുതങ്ങൾ ഒരു പൗരപ്രമുഖൻ്റെ വീട്ടിൽ, മമ്മുവ സാഹിബിൻ്റെ വീട്ടിൽ വിശ്രമിക്കുന്നു. ചിലർ അസീസിനെ കുട്ടി അവിടെ തങ്ങളെടുത്ത് പോയി. ഡോക്ടർ കൈയൊഴിഞ്ഞു, ഇനി പിന്നെ ചികിത്സ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേഗം തങ്ങളൊരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചൂതി നന്നാക്കി ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഇത് പത്രങ്ങൾ പിന്നീട് വാർത്തയാക്കി. നെഞ്ചിൽ മൃദുവായി തലോടി കുടിക്കാൻ വെള്ളം കൊടുത്തു. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എല്ലാം അള്ളാഹുവിലാണെന്ന് പറഞ്ഞു. തങ്ങൾ എഴുന്നേറ്റു. 2 ആഴ്ച കിടക്കയിൽ നിന്ന് കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രോഗം മാറി. ഒന്നുമില്ല. എന്തിന്? മണ്ണാർക്കാടുള്ള ഉബൈദ് ചെങ്ങലേരി എന്ന നമ്മളൊരു ചെറുപ്പക്കാരൻ, ഉബൈദ് ചെങ്ങലേരി, RCCന്ന് മടക്കി 85% ക്യാൻസർ തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളടുത്ത് പോയി പറഞ്ഞു,
തങ്ങൾ വേഗം പറഞ്ഞു ഒരു ഉംറ കൊൽക്കോളൂ. ഉംറ കഴിഞ്ഞ് മടങ്ങി വന്നു. എന്നിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് എനിക്ക് വിളിച്ചു. ഉസ്താദ് എപ്പോൾ ഒന്നും കൂടി പരിശോധിച്ചു, ഒരു സോക്കടുമില്ല, ഒന്നുമില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് എന്ത് പറഞ്ഞില്ല, എന്താ പറഞ്ഞത്, ഒന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്തിന് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഷറഫ് അലി പറയുന്നത് കൂടി കേൾക്കാം.